എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു ടിപ്സിലേക്ക് സ്വാഗതം. ഇതൊരു ടിപ്സ് വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ ഈ വർഷം അഴുകൽ ഫിസേറിയം കൊണ്ട് ഏലകൃഷിക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയ ടിപ്സ് നമ്മുടെ സജി സാറിൻ്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തിരുതാളി ഏലകൃഷി ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടും ഒക്കെയാണ് ഉപകാരപ്പെടും. അപ്പോൾ സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ അഴുകൽ ഫിസേറിയം ഇതൊക്കെ വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞും എങ്ങനെയാണത് ഫലപ്രദമായിട്ട് മാറ്റാൻ അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്യാൻ പറ്റുക? ഈ വർഷം ഈ അഴുകൽ രോഗം ഫിസേറിയം മൂലം നമുക്ക് ഒരുപാട് ചെടികൾ നഷ്ടപ്പെട്ടു പോവുകയും അമിതമായ ചെലവ് രാസവള കുമിൾനാശിനി പ്രയോഗത്തിലൂടെ നമുക്ക് അമിതമായ ചെലവ് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഇവനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ മഴക്കാലത്തിന് മുന്നം ആദ്യമായിട്ട് ഒരു 2-3 റൗണ്ട് ഈ ജൈവ കുമിൾനാശിനികൾ പ്രയോഗിച്ചാൽ നമ്മളതിനെ സംസ്കരിക്കുകയാണ്. മൊത്തത്തിൽ ഒരു വേനൽക്കാലത്ത് തന്നെ നമ്മുടെ തോട്ടം ശുദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം. ആദ്യമേ ഈ സൂഡോമോണസ് ലായനി ചെടി മുഴുവനായിട്ട് കുളിപ്പിച്ചടിക്കുക. ഏകദേശം ഒരു 15 ദിവസങ്ങൾക്ക് ശേഷം ഗ്രൈക്കോഡർമ സൂഡോമോണസ് ഇവ മണ്ണിൽ ഡ്രെഞ്ച് ചെയ്യുക. അങ്ങനെ വേനൽക്കാലത്ത് നമ്മുടെ തോട്ടത്തിൽ ശേഷിക്കുന്ന കുമിളുകളെ ജൈവ നിയന്ത്രണത്തിലൂടെ നിയന്ത്രിക്കുകയാണെങ്കിൽ മഴക്കാലത്ത് ഇത് പെറ്റുപെരുകുന്ന ഒരവസ്ഥയ്ക്ക് നമുക്കൊരു തടയിടാൻ പറ്റും. അങ്ങനെ നമ്മൾ അത് രോഗം വന്നിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. അഡ്വാൻസ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുതുമഴ ലഭിച്ചതിന് ശേഷം ഇങ്ങനെ സൂഡോമോണസും ഗ്രൈക്കോഡർമയും അല്ലെങ്കിൽ മറ്റ് ജൈവ കുമിൾനാശിനികൾ പ്രയോഗിച്ച് നമ്മുടെ തോട്ടം ശുദ്ധീകരിച്ച് നിർത്തിയാൽ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറയും. അതിനുശേഷം നമുക്ക് മഴക്കാലത്ത് മുന്നോടിയായി ബോഡോ മിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് അഴുകൽ രോഗത്തെ പ്രതിരോധിക്കാം. നമ്മൾ കെമിക്കൽ പ്രയോഗിക്കുന്നതിൻ്റെ ഒരു 1/3 ചെലവേ ഗ്രൈക്കോഡർമ സൂഡോമോണസിന് വരുന്നതിന് മുമ്പാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ അഴുകൽ രോഗം വന്ന് ഒരുപാട് പേരുടെ തോട്ടം നശിച്ചുപോയി. പിന്നെ ഈ കെമിക്കലെല്ലാം അടിച്ച് അവിടെ ഇവിടെ ഓരോ ചിമ്പും തൈയൊക്കെ വന്നിരിക്കുന്നു. പക്ഷേ ഇനി നമുക്ക് അവർക്ക് വേണ്ടിയിട്ടും ഒരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തേ പറ്റത്തുള്ളൂ. എങ്ങനെ ചിമ്പിൻ്റെ എണ്ണം ക്രമാതീതമായി അവിടെ വർദ്ധിപ്പിച്ചെടുക്കാം? തിരുതാളി ഏലത്തിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുകൽ രോഗം വന്നാലും നമുക്ക് അവനെ വീണ്ടും പുനരുദ്ധരിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ വള്ളികൾ അറുത്ത് മാറ്റി അവൻ്റെ വേസ്റ്റായ സകല ഭാഗങ്ങളും ശേഷിക്കുന്ന നല്ല വള്ളികളുണ്ടാകാം, അതും കൂടി അറുത്ത് മാറ്റി ചീഞ്ഞ തട്ടകൾ വെട്ടിമാറ്റി ഇതിൻ്റെ തടയൊക്കെ ബാലൻസ് ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കിളച്ച് പറിച്ച് കളഞ്ഞ് പുതിയ മണ്ണിട്ട് ഒരു ഡ്രഞ്ചിങ് ഒന്നെങ്കിൽ ഗ്രൈക്കോഡർമ ഡ്രഞ്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ COC ഹെക്സാകൊണസോൾ പൊട്ടാസ്യം ഫോസ്ഫനേറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്ത് ആ വേനൽക്കാലത്ത് അവൻ്റെ രോഗാവസ്ഥയ്ക്ക് ഒരു പ്രതിവിധി കണ്ടെത്തിയാൽ പിന്നെയും തുടർച്ചയായിട്ട് ഇവൻ വളർന്നു വന്നോളും. മറ്റ് വെറൈറ്റികൾ അത്യുൽപാദന ശേഷിയുള്ള വെറൈറ്റികളൊക്കെ രോഗം വന്നത് വേനൽക്കാലത്ത് അതിൻ്റെ വേരില്ലാത്തതുകൊണ്ട് വീണ്ടും നശിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേങ്കിൽ രോഗാവസ്ഥയിലായ തിരുതാളി ചെടിയെ ഈ രീതിയിൽ നമുക്ക് പുനരുദ്ധരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഒരുപാട് നന്ദി സാർ ഈ ചെറിയ ടിപ്പിന്. താങ്ക് യു. ഓക്കെ.